എവ്രി വൺ, വെൽക്കം ടു കുഞ്ഞൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് കിൻഡർഗാർട്ടനിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണ് കേട്ടോ. അവളെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളോടും കൂടി എൻ്റെ കുഞ്ഞ് നന്നായി പഠിച്ച് വലിയ ആളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കിൻഡർഗാർട്ടനിലെ ഫസ്റ്റ് ഡേയിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണ്. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ, എൻ്റെ കൊച്ച് ഇത്ര വലുതായെന്ന്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണ് പുതിയ ഷൂസൊക്കെ ഇട്ടല്ലോ, പുതിയ ഷൂസൊക്കെ ഇട്ട കിൻഡർഗാർട്ടനിലെ ഫസ്റ്റ് ഡേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ ആണ്. ഞാനും കൂടി പോയി 9 to 10:15. കാര്യം ഇന്നലെ ഉച്ചകഴിഞ്ഞായിരുന്നു കിട്ടിയത്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്ക് ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് അവർ ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെ നമ്മൾ പോവാണ്. ഓൾ സെറ്റ് അല്ലേറു. ഇത് വായിലൊക്കെ എടുത്തിടാ. എന്റെ ദൈവമേ, പുതിയ വായിലൊക്കെ ഇട്ട് എവിടെ പോണേ? ആണോ? ടു ഹെവി ആയപ്പോ കൊച്ചിനതാ. അമ്മ പിടിക്കാം, അമ്മ പിടിക്കാം. വേണ്ടേ? കൊച്ചിനെ പിടിക്കണം. ഓക്കെ, നമുക്ക് പോവാം. റോണ് ഓൾ സെറ്റ് ആണല്ലോ. Come on, let's go. Bye, Bana. Bye bye. I will see you next time. Come back home. Okay, go. Enjoy your day, Aruna. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലെത്തി. സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. കുഞ്ഞുപെണ്ണ് ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നലെ വരെ പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ പുതിയ ബാഗ് കിട്ടിയപ്പോഴത്തേക്ക് ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മൾ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ മാത്രമാണ് 1.25 മണിക്കൂർ. അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പോരാം. പിന്നെ ഇവിടെ തേഴ്സ്ഡേ ആയതുകൊണ്ട് റോണുവിന് 12:30 വരെ ഉള്ളൂ. സ്കൂള് എല്ലാ തേഴ്സ്ഡേയ്സും ഹാഫ് ഡേയ്സ് ആണ്. 12:15 തീരും. 12:30 ആകുമ്പോൾ വീട്ടിലെത്താം. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പം എന്തായാലും പോവല്ലേ കുഞ്ഞിപ്പെണ്ണേ? അല്ലേ റോണു? പോവല്ലേ? അപ്പോൾ ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിതാ റോങ്കുട്ടൻ്റെ ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടു. എന്നിട്ട് ഞങ്ങൾ നടക്കുവാണ്. കാരണം കുഞ്ഞിപ്പെണ്ണിന് നിന്ന് 9 to 10:15 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറിയാൽ മതി. അപ്പോൾ ഞങ്ങൾ നടക്കുവാണ്. ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. ഫ്രണ്ടിലെ ഡോറ് വഴി അകത്ത് കയറി പിന്നെ എന്തൊക്കെയാണോ അവർ പറയണത് അതൊക്കെ കേൾക്കുക, അത്ര തന്നെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് കയറി. ഞാൻ റോണുവിനെ പിക്ക് ചെയ്തു. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ. ഐറൂട്ടിയുടെ ഇൻട്രൊഡക്ഷനൊക്കെ സൂപ്പറായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ ആദ്യം ലൈബ്രറി റൂമിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ക്ലാസ് റൂമിൽ പോയി. ക്ലാസ് റൂമിൽ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും കുറച്ച് പേപ്പർ ഫില്ലിങ്ങും ഒക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ജിമ്മ് കാണിച്ചു, സ്കൂൾ ടൂർ നടത്തി. അത് കഴിഞ്ഞിട്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിന് നമുക്ക് തിരിച്ച് പോരാനുള്ള സമയമായിരുന്നു. എനിക്ക് വേറൊരു അപ്പോയിൻമെൻ്റ് ഉള്ളത് കൊണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് അവൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ എനിക്ക് കൊണ്ടുവരേണ്ടി വന്നതിൻ്റെ സങ്കടത്തിലാണ് സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെയാണ്. അതാണ് അങ്ങനെ കിടക്കുന്നത്. സാരമില്ല, ഇനിയിപ്പോൾ നാളെ മുതൽ റെഗുലറായിട്ട് സ്കൂളിൽ വരാമല്ലോ. നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഒരു ദിവസം വരും, പിന്നെ സാറ്റർഡേ സൺഡേ അവധി, പിന്നെ മൺഡേ മുതൽ റെഗുലറായിട്ട് എല്ലാ ദിവസവും. അപ്പം പിന്നെ അവൾക്ക് ആ ഒരു എന്താ പറയുക, കളിച്ചങ്ങ് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്കൂള് ആദ്യമായിട്ട് കൊണ്ടുപോയ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു കേട്ടോ. അവർ അലൗ ചെയ്തിരുന്നു ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. പക്ഷേ ഇവള് സമ്മതിച്ചില്ല, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയില്ല. എല്ലായിടത്തും ജിമ്മിലൊക്കെ ആണെങ്കിലും അവർക്ക് കളിക്കാൻ സമയം കൊടുത്തപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ അലൗഡ് ആയിരുന്നു. പക്ഷേങ്കിൽ ഇവളെൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അവളെവിടെയും കളിച്ചിട്ടൊന്നുമില്ല. ആദ്യമായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ടാണ് ഫുള്ള് നടക്കുക. അവള് മാറിപ്പോകത്തില്ല എൻ്റെ അടുത്തുനിന്ന്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കളിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. ഇന്ന് മൺഡേ ആണ്. ഇന്നാണ് ഞങ്ങൾ ശരിക്കും ഒരു ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത്. ഒരു ഫുൾ ഡേ ഇരിക്കാൻ, ഫുൾ ഡേ ഇൻ ദ സെൻസ് ഇവരുടെ ഫുൾ ഡേ എന്ന് പറയുന്നത് 3 hours ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു 3 hours ഫുൾ ഇരിക്കാൻ പോകുന്നതൊക്കെ ഇന്നാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്കും അത് നല്ലൊരു ഓർമ്മയായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ഓൾ സെറ്റ് അകത്തിരിപ്പുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾ ആക്ച്വലി. അന്ന് അവിടെ പോയി നമ്മളൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾക്ക് ടീച്ചറിനെ ആയാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ടീച്ചറിൻ്റെ പേര് മിസ്സിസ് മാൻഗോൾഡ് എന്നാണ്. മിസ്സിസ് മാൻഗോൾഡ് ഒരു സ്വീറ്റ് പേഴ്സൺ ആണ് കേട്ടോ. നല്ലൊരു പേഴ്സൺ ആണ്. നമ്മൾ മിണ്ടുമ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കര ഒരു
കംഫർട്ട് ലെവലാണ് പിള്ളേരെ സ്കൂളിൽ വിടാനാണെങ്കിലും അവരുടെ ക്ലാസ്സിലേക്ക് വിടാനാണെങ്കിലും ഒക്കെ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്കൂളിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാ ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും നേരത്തെയാണ്, അതുകൊണ്ട് തന്നെ ഇതാ കുഞ്ഞിപ്പെണ്ണ് ബാഗൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ കുഞ്ഞപ്പി? കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ സ്കൂളിൻ്റെ അറൗണ്ട് നടന്ന് സ്കൂളിൻ്റെ ബാക്കിലാണ് അവരുടെ ഡോറ്. അപ്പോൾ അവിടെ കൊണ്ട് വിടണം. അവിടെ നിന്ന് പിന്നെ ഡോറ് തുറക്കുമ്പോൾ ടീച്ചർ ഓരോരുത്തരുടെയും പേര് വിളിച്ചൊക്കെ അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ഡോറിലേക്ക് ചെല്ലാം. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ്സും കൂടെ കഴിയുമ്പം ഇവരുടെ ഡോർ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് വിടാം കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് Are you excited? Yeah? Bye, Aru. Bye, Aru. Enjoy, okay? അങ്ങനെ ദാ എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പോകണം കേട്ടോ. ആ ഡോറിൽ നിൽക്കുന്നതാണ് അവളുടെ ടീച്ചർ മിസ്സിസ് മാൻഗോൾഡ്. ഓക്കെ, അപ്പോൾ ദാ 3:15 ഞാൻ ദാ സ്കൂളിൻ്റെ ഫ്രണ്ടിലുണ്ട്. 3:27 ബെല്ലടിക്കുക. അന്നേരം ആ കുഞ്ഞിപ്പെണ്ണ് ഇറങ്ങി വരിക. അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണിനെയും റോങ്കുട്ടനെയും പിക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയി അവർക്ക് ചെറിയൊരു സ്നാക്ക് എന്തെങ്കിലും കൊടുത്ത് നേരെ കുമോണിലേക്ക് കൊണ്ടുപോകും. കാണാമോ എന്നറിയില്ല. അതാണ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് കേട്ടോ. അപ്പം ഇതാ കാണുന്നതാണ് സ്കൂൾ ബാക്കിൽ. അപ്പോൾ എനിവേസ് ഇനിയിപ്പോൾ 3:25 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകും. അപ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങി അവർ വരുവുള്ളൂ. എന്റെ കൊച്ചു വെള്ളം കൊച്ചാണോ? എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞിപ്പിന്റെ ക്ലാസ്? ഗുഡ് ആയിരുന്നോ? അങ്ങനെതാ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചിനെ എടുത്തേന്ന്. ആരുട്ടിയുടെ വിശേഷങ്ങൾ പറയുന്ന പോയിട്ട് എന്താ ചെയ്തേ? I first did sitting on the carpet, and then the teacher told me something that I don't know what she said. So then playtime, dance time, jump time with the game on it and the TV. Okay. And then after that, play again, and then the playground with my indoor shoes. Okay. Like on the side. Okay. The building. And then പാർക്കില് ഇൻഡോർ ഷൂസ് ഇട്ട് പോയോ? Why? Because the teacher forgot. Oh, the teacher forgot to ask you to change to outdoor shoes? Yeah. Okay. I don't know. Okay, and then? And then the parents picked me. Music class started. Music class was there? And then the parents. What did you do in the music class? We read. We had a song for that reading, and then we sit on the carpet, and then run around. She sings it, the song, and then we sit it on the stairs. Oh, in the music, yeah. The benches kind of stairs. It stairs, wasn't too right? dirty. Okay. I sit. Okay. And then parents time to pick. Parents' time to pick you up? Yeah. Yeah. I'm so happy. അപ്പം അങ്ങനെ എന്തായാലും ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ റോങ്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു 3rd ഗ്രേഡിലെ. ഇന്ന് പായറൂട്ടിയുടെ കിൻഡർ ഗാർഡൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു. അപ്പോൾ എല്ലാം ഞങ്ങൾ അടിച്ചു പൊളിച്ച് തകർത്തു. കുഞ്ഞിപ്പെണ്ണ് തന്നെ എല്ലാം അങ്ങനെ പറയൂട്ടെ, എന്നെ പോലെ ഇങ്ങനെ എല്ലാം വാചാലയാണ്, ഭയങ്കര വാചാല എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. അതുകൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാം ഒന്നും മിസ് ചെയ്യാതെ എല്ലാം അറിയാൻ പറ്റും. ഒന്നുമില്ലല്ലോ, എന്താ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ Like, share, subscribe. Thank you so much for watching. Bye.